ആർത്തവകാരിയായിരിക്കുമ്പോൾ ഹജ്ജിൽ നമുക്ക് ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്യാം? നിബന്ധനകൾ ഒത്തിണങ്ങിയ ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമുള്ള കർമ്മമാണ് ഹജ്ജും ഉംറയും. ദിനേന ചുരുങ്ങിയത് 5 നേരം നമസ്കരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിൻ്റെ ചില വിഷയങ്ങളിലെങ്കിലും സംശയമുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമുള്ള ഹജ്ജിനെക്കുറിച്ച് ധാരാളം സംശയങ്ങളുണ്ടാവും. സ്ത്രീകൾക്കുണ്ടാവുന്ന അത്തരം സംശയങ്ങളിൽപ്പെട്ട ഒന്നാണ് ആർത്തവകാരിയാകുമ്പോൾ ഹജ്ജിൻ്റെ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നത്. ഇപ്പോൾ ഇതിനൊക്കെ നമുക്ക് മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജാണ്. നബിയുടെ കൂടെ ഹജ്ജ് ചെയ്തപ്പോൾ ഭാര്യമാരുണ്ട്, സ്ത്രീകളുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ മദീനയിൽ നിന്ന് ഇഹ്റാം ചെയ്ത് മക്കയിലേക്ക് പോയി. അവർ ആദ്യം ഉംറ ചെയ്യണം, പിന്നെ ഹജ്ജ് ചെയ്യണം എന്ന രൂപത്തിലാണ്. പക്ഷേ മക്കയിലെത്തിയപ്പോൾ അവർക്ക് ഉംറ ചെയ്യാൻ തടസ്സമുണ്ടായി, ആർത്തവമുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിഷമിക്കേണ്ട, ഇത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പെൺമക്കൊക്കെ ഉള്ളതാണ്, തവാഫ് ഒഴിച്ച് ബാക്കി കർമ്മങ്ങളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആർത്തവമുണ്ട് എങ്കിൽ അവർ ഇഹ്റാമിൽ പ്രവേശിക്കണം. ഇഹ്റാമിൽ പ്രവേശിക്കുവാനോ അറഫയിൽ നിൽക്കുവാനോ മുസ്ദലിഫയിൽ താമസിക്കുവാനോ എന്നീ കാര്യങ്ങൾക്കൊന്നും ഈ ഒരു വിഷയം തടസ്സമല്ല. ആകെ തടസ്സമുള്ളത് നിസ്കരിക്കാൻ പാടില്ല ഏത് സമയത്തും, അതേപോലെ തന്നെ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല, അതേപോലെ തന്നെ തവാഫ് ചെയ്യാൻ പാടില്ല. പള്ളിയിലൂടെ പ്രവേശിച്ചിട്ട് വേണമല്ലോ തവാഫ് ചെയ്യാൻ. തവാഫ് ചെയ്യാൻ വൃത്തിയും ശുദ്ധിയും അനിവാര്യമാണ്. വലിയ ശുദ്ധിയിൽ നിന്നും ചെറിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധമാകൽ അനിവാര്യമാണ്. ഇതല്ലാത്ത കർമ്മങ്ങൾ, മിനായിൽ താമസിക്കാം, ജംറയിൽ കല്ലേറ് നടത്താം, അറഫയിൽ നിൽക്കുക, മുസ്ദലിഫയിൽ രാപ്പാർക്കുക, ഇതൊക്കെ ചെയ്യേണ്ടതാണ്. എന്നാൽ തടസ്സങ്ങൾ മാറിയാൽ, ശുദ്ധിയായി കഴിഞ്ഞാൽ പിന്നീട് ഹജ്ജിൻ്റെ തവാഫ് ഒക്കെ അവർക്ക് പിന്നീട് ചെയ്യാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. സഫാ മർവക്കിടയിൽ സഅയിൻ്റെ കാര്യത്തിൽ കൂടി സ്വാഭാവികമായും പിന്നെ തവാഫിന് ശേഷമാണല്ലോ സഅയ് ഉണ്ടാകുക. അപ്പോൾ തവാഫിന് ശേഷം സഅയ് ഉണ്ടാകുമ്പോൾ അവർ പിന്നെ തവാഫ് കഴിഞ്ഞതിന് ശേഷമാണ് ഉദാഹരണമായി ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ സഅയ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. തവാഫിന് മാത്രമാണ് അങ്ങനെ പ്രശ്നം ഉള്ളത്. ഉത്തരം ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയറാണ്. അപ്പോ നമ്മള് മക്കത്തായിരിക്കുമ്പോഴേ സൈൻ ചെയ്യുന്ന ഭാഗത്ത് അവിടെ പോവാനും അവിടെ ഇരുന്ന് ഖുർആൻ പരിഭാഷ വായിക്കാനൊക്കെ സാധ്യത ഉണ്ടോ? അവർക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പള്ളിയുടെ മുറ്റത്ത് ഒക്കെ ഇരിക്കുകയാണ് അവർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ റൂമിലിരിക്കാം, പള്ളിയുടെ മുറ്റത്തിരിക്കാം. സഅയ് ചെയ്യുന്ന ഭാഗം അവിടെ സഅയിന് പ്രത്യേകമായി ഉള്ള സ്ഥലമാണ് എന്നുള്ള നിലക്ക് അവിടെ പിന്നെ ഒരു തവാഫിന് ശേഷമാണ് അവർക്ക് ഇത്തരം തടസ്സങ്ങൾ ഉണ്ടായതെങ്കിൽ സഅയ് ചെയ്യാവുന്നതാണ്. പക്ഷേ നല്ലത് അല്ലാത്ത വേളകളിൽ ആ ഭാഗത്ത് വിട്ടു നിൽക്കലാണ്. പള്ളിയിൽ മറ്റ് ഭാഗങ്ങൾ, പള്ളിയുടെ പുറത്തുള്ള മുറ്റത്തും മറ്റ് ഭാഗങ്ങളിലും അല്ലെങ്കിൽ റൂമിലൊക്കെ ഇരിക്കാവുന്നതാണ്. സംശയം നീങ്ങിയെന്ന് വിചാരിക്കുന്നു. ഹറമിൻ്റെ മുൻഭാഗത്തൊക്കെ വിശാലമായ സൗകര്യങ്ങളുള്ളത് കൊണ്ട് അതിനൊക്കെ ഉപയോഗപ്പെടുത്താം. പിന്നെ ഒരു കാര്യം, ഇപ്പൊ നമ്മള് ഇവിടുന്ന് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ശുദ്ധിയായി കഴിഞ്ഞതിന് ശേഷം മാത്രം ഉംറ ചെയ്താൽ മതി അല്ലേ? അതായത് ഒരാൾക്ക് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉംറ ചെയ്യുന്നതിന് മുമ്പ് തടസ്സമുണ്ടായി എങ്കിൽ, ഇപ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ തടസ്സമുണ്ടായി എന്ന് വിചാരിക്കുക, അവർക്ക് വേണമെങ്കിൽ ഉംറ ചെയ്യാതിരിക്കാം, ഇഹ്റാമിൽ പ്രവേശിക്കാതെ ഉംറ ചെയ്യാതിരിക്കാം. പക്ഷേ കാലങ്ങളായി കാത്തിരുന്ന് കിട്ടിയ ഒരു അസുലഭ സന്ദർഭം എന്നുള്ള നിലക്ക് ആരും അത് പാഴാക്കാറില്ല. ആർത്തവകാരിയാണെങ്കിലും ഇഹ്റാമിൽ പ്രവേശിക്കുക, ഉംറക്ക് മാത്രമാണെങ്കിൽ അവർ ഉംറക്ക് പ്രവേശിക്കുക. പിന്നീട് മക്കയിൽ പോയി എപ്പോഴാണോ അവരുടെ ഈ തടസ്സങ്ങൾ നീങ്ങിയത് ശുദ്ധിയായി കുളിച്ച് അതിന് ശേഷം പിന്നീട് തവാഫും സഅയും മറ്റുള്ള കർമ്മങ്ങളും ചെയ്യുകയാണ് വേണ്ടത്. ഹജ്ജിനാണെങ്കിലും അങ്ങനെ തന്നെയാണ് വേണ്ടത്.